ഹോർട്ടികോർപ്പിൽ 57 താൽക്കാലിക ജീവനക്കാരെ പിൻവാതിലിലൂടെ തിരുകി കയറ്റാൻ മന്ത്രി കെ.പി. മോഹനന്റെ ഓഫീസ് ഇടപെട്ട് രഹസ്യ നീക്കം തുടങ്ങി. നിയമനത്തിന് മുന്നോടിയായുള്ള സർക്കുലേഷൻ നോട്ടും നിയമിക്കേണ്ടവരുടെ ലിസ്റ്റും തയ്യാറായി. ലിസ്റ്റിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. വിജിലൻസ് കേസിൽപ്പെട്ടവരെയും മതിയായ യോഗ്യതയില്ലാത്തവരെയും ഉന്നത തസ്തികകളിൽ നിയമിക്കാനാണ് നീക്കം. മന്ത്രി കെ.പി. മോഹനൻ ഭരിക്കുന്ന കൃഷി വകുപ്പിന് കീഴിലുള്ള ഹോർട്ടികോർപ്പിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന 57 പേരെ സ്ഥിരപ്പെടുത്താൻ അതീവ രഹസ്യമായി തയ്യാറാക്കിയ പട്ടികയാണിത്. ₹10,000 പ്രതിമാസം ശമ്പളം പറ്റുന്ന ജീവനക്കാരൻ മുതൽ 22,000 രൂപ വരെ വാങ്ങുന്ന അസിസ്റ്റന്റ് മാനേജർമാരെ പിൻവാതിലിലൂടെ സ്ഥിരപ്പെടുത്തുന്നതിന് തയ്യാറാക്കിയ ലിസ്റ്റാണിത്. ലിസ്റ്റിലെ 54 നമ്പരായ ആർ മാലിനിയുടെ കാര്യമെടുക്കുക. ഹോർട്ടികോർ പച്ചക്കറി സംഭരണത്തിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി 2014 ഒക്ടോബർ 13 കോട്ടയം വിജിലൻസ് കോടതിക്ക് നൽകിയ പരാതിയിലെ 5ാം പ്രതിയാണ് മാലിനി. പത്തനംതിട്ട കേന്ദ്രമാക്കി പച്ചക്കറി സംഭരിക്കുന്നതിൽ മന്ത്രി കെ.പി. മോഹന്റെ അറിവോടെ വൻതോതിൽ അഴിമതി നടത്തുന്നു എന്നാണ് വിജിലൻസ് പരാതിയിലുള്ളത്. ഈ പരാതി പ്രകാരം മന്ത്രി കെ.പി. മോഹനൻ കേസിൽ 1ാം പ്രതിയാണ്. അക്കൗണ്ട്സ് ഓഫീസറായാണ് മാലിനിക്ക് ഹോർട്ടികോർപ്പിൽ സ്ഥിര നിയമനം നൽകാൻ നീക്കം നടക്കുന്നത്. എന്നാൽ ഹോർട്ടികോർപ്പിലെ വിജ്ഞാപന പ്രകാരം അക്കൗണ്ട്സ് ഓഫീസറുടെ യോഗ്യത എം.കോമും CA ഇന്റർമീഡിയറ്റുമാണ്. എന്നാൽ മാലിനിക്കാകട്ടെ എം.കോം ബിരുദവും B.Ed മാത്രമാണുള്ളത്. ഇത്തരത്തിൽ യോഗ്യതയില്ലാത്ത 57 പേരെ തിരികെ കയറ്റുന്നതിനുള്ള നീക്കമാണ് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് നടത്തുന്നതെന്നാണ് ആരോപണം. ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ഞാൻ ജോലി നോക്കിയതായിരുന്നു. ആ കാലയളവിൽ ഇതുപോലെ അനധികൃത നിയമനങ്ങൾ നടത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ചതാണ്. ഏകദേശം 57 പേരുടെ ഒരു നിയമനം. ഇത് ശരിക്കും പിൻവാതിൽ നിയമനങ്ങൾക്കുള്ള ഒരു വേദി തുറന്നിടുകയാണ് ഗവൺമെൻറ് ഈ ഹോർട്ടികോർപ്പും കൂടെ ചെയ്യുന്നത്. ധനകാര്യ വകുപ്പിന്റെ എതിർപ്പ് മറികടന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തെറ്റിദ്ധരിപ്പിച്ചുമാണ് 57 വരെ സ്ഥിരപ്പെടുത്താൻ തകൃതിയായി നീക്കം നടത്തുന്നത്. ഇതിനാവശ്യമായ സർക്കുലേഷൻ നോട്ടും തയ്യാറാക്കി കഴിഞ്ഞു. നിയമനത്തിന് 5 മുതൽ 10 ലക്ഷം രൂപ വരെയാണ് കോഴയെന്ന് ആരോപണമുയർന്നു. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.